ഹായ്, നമുക്ക് മൂന്നാർ പോവാം. വായോ, എല്ലാരും വായോ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ടീച്ചർമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലൈഫിൽ ഓരോ മൊമെൻറ്റ്സിനെയും എൻജോയ് ചെയ്യുക, ലൈഫ് മാക്സിമം അടിച്ചു പൊളിക്കുക. പലരും ദുഃഖപുത്രികളും ദുഃഖപുത്രന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ജീവിക്കാൻ ഭയങ്കര ബദ്ധപ്പാടാണ്, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, അതിനെ മാറ്റണം, ലൈഫ് ഈസ് സോ ഈസി ആൻഡ് എഫേർട്ട്ലെസ് എന്ന് എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പണ്ട് ഞാനും ഒരു ദുഃഖപുത്രിയായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്ന് ഹാപ്പിനെസ്സിലേക്ക് എത്തി, അന്നാണ് ലൈഫിൽ സക്സസ് ലഭിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ മൂന്നാറിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടല്. മൂന്നാർ പാലസ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ റൂമിലേക്ക് എത്തി. വെൽക്കം. പലരും ചോദിക്കാറുണ്ട്, ഈ വിഷ്വലൈസേഷനൊക്കെ ശരിക്കും വർക്ക് ചെയ്യുമോ? കഴിഞ്ഞ വർഷം ഞങ്ങൾ മൂന്നാറിൽ ഒരു ചെറിയൊരു ഹോം സ്റ്റേയിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് ആഗ്രഹിച്ചതാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ന്യൂ ഇയർ ആഘോഷിക്കണം എന്നുള്ളത്. അന്ന് വിഷ്വലൈസേഷൻ ചെയ്തത് ഇന്ന് യാഥാർത്ഥ്യമായി. അപ്പോൾ മൂന്നാർ പാലസ് ഹോട്ടലിന് 11 നിലകളാണുള്ളത്. അതുപോലെ തന്നെ താഴെ സ്വിമ്മിംഗ് പൂൾ സൗകര്യമൊക്കെ ഉണ്ട്. ജീവിതത്തിൽ വലിയ വലിയ ഗോൾസ് സെറ്റ് ചെയ്യുക. ചിലരുടെ മനസ്സിൽ ഡൗട്ട് വരും, ഇത്രയും വലിയ ഗോളൊക്കെ എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന്. ശരിക്കും അതെല്ലാം പറ്റും എന്ന് ടീച്ചർമ്മയുടെ ലൈഫിലൂടെ നിങ്ങൾക്ക് കാട്ടിത്തരികയാണ്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ടൊരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിക്കുന്നത്. അതിന് മുന്നേ എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ അകം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കണ്ടിട്ട് പോലുമില്ല. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇന്ന് ആ വലിയ വലിയ സ്വപ്നങ്ങൾ നേടാൻ കഴിഞ്ഞത്. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഹോട്ടലിൽ ബുഫേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, ഗാനമേള, DJ എന്ന് വേണ്ട ഇല്ലാത്ത പ്രോഗ്രാംസ്, മാജിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും ഫുഡ് ഐറ്റംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ന്യൂ ഇയർ ശരിക്കും അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. ഈ ഒരു സാലഡ്സിൻ്റെ കൗണ്ടർ നിങ്ങൾ കണ്ടോ, എന്ത് ഭംഗിയുണ്ടല്ലേ. അന്നത്തെ ദിവസം രാത്രി വയറ് നിറച്ച് ഫുഡ്, അതുപോലെ തന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഹാപ്പിനെസ്. ഇത്രയേറെ സന്തോഷമായിട്ടൊരു ന്യൂ ഇയർ ആഘോഷിച്ചത് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത് അത് നമ്മുടെ ലൈഫിൽ റിയാലിറ്റി ആകുമെന്ന് പറയുന്നത് എത്ര സത്യമാണ്. നിങ്ങൾ എന്തൊക്കെയാണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിരന്തരം മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കുക. മനസ്സിൽ കണ്ട് അതിന് ക്ലാരിറ്റി വരുമ്പോൾ അത് റിയാലിറ്റി ആയിത്തീരും. അപ്പോൾ ടീച്ചർമ്മയ്ക്ക് ഈ ഒരു പുതുവർഷത്തിൽ എല്ലാവരോടും പറയാനുള്ളത്, കണ്ണീരും കരച്ചിലും ഒക്കെ നിർത്തിയിട്ട് ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങുക. ജീവിതം ആസ്വദിച്ച് തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തോന്നും, ലൈഫ് എന്ത് രസമാണ്. പലരുടെയും പ്രശ്നം ഈ ഒരു ഇപ്പോൾ ലൈഫിൽ നടക്കുന്ന കുറേയധികം ചാലഞ്ചസ്, അതിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ മാറ്റി വെച്ചിട്ട് ലൈഫിനെ ആസ്വദിക്കാനായിട്ട് തുടങ്ങും. പിന്നെ നമുക്ക് ഓരോ നിമിഷങ്ങളും സെലിബ്രേഷൻസായി മാറും. 2025 നമ്മുടെ ഭാഗ്യവർഷമാണ്. എപ്പോഴും അഫേം ചെയ്തുകൊണ്ടിരിക്കുക, 2025 ഈസ് ദ ബെസ്റ്റ് ഇയർ ഇൻ മൈ ലൈഫ്. 2025 എൻ്റെ ഭാഗ്യവർഷമാണ്. എൻ്റെ ലൈഫിലേക്ക് കൂടുതൽ കൂടുതൽ അബണ്ടൻസും സക്സസും സന്തോഷവും ഒക്കെ കൊണ്ടുതരുന്ന വർഷമാണ് 2025. 2025 ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടും. ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.